പ്രവാസി എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സാധാരണ രീതിയിൽ ഈ ചാനലിൽ സോളാർ സംബന്ധമായ കാര്യങ്ങളാണ് കൂടുതലായി അവതരിപ്പിക്കുന്നത്. ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പ്. തമ്പനയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഭാരതത്തിലെ തന്നെ ഒരു പൊതുമേഖലാ സ്ഥാപനമായ BSNLൻ്റെ ഉയർത്തെഴുന്നേൽപ്പും അതുപോലെ തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു കൂട്ടം ജനതയുടെ സങ്കടത്തിൻ്റെയും കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാം, BSNL എന്ന് പറഞ്ഞാൽ കേരളക്കാർക്കൊരു സെൻറ്റിമെൻറ്റ്സ് ഉള്ള കാര്യം നമ്മളെ ആദ്യം ആ ടെലിഫോണിൻ്റെ മണിനാദം കേൾപ്പിച്ചത് BSNL തന്നെയാണ്. ഒരു കാലത്ത് BSNLൻ്റെ ഒരു ഫോണുണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ അന്തസ്സിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. അതുള്ള വീടുകളിലൊക്കെ നമ്മൾ പോയി ഫോൺ ചെയ്യുവാൻ നിന്ന കാലങ്ങളൊക്കെ പ്രായമായ അല്ലെങ്കിൽ ഒരു 40-45 വയസ്സുള്ള എല്ലാവർക്കും ഓർമ്മ കാണും. അതിൻ്റെ ഒരു സ്നേഹം നമുക്കിന്നും BSNLനോടുണ്ട്. അതുകൊണ്ട് ഒരു 5 വർഷം മുമ്പ് അല്ലെങ്കിൽ 8 വർഷം മുമ്പ് BSNL തകർച്ചയിലേക്ക് പോയപ്പോൾ ഏറ്റവും കൂടുതൽ ആ ഒരു കാര്യത്തിൽ വിഷമം തോന്നിയത് മലയാളികൾക്ക് തന്നെയാണെന്ന് പറയുന്നതിൽ എനിക്കും അഭിമാനമുണ്ട്. ഇതിങ്ങനെ തകർന്നു പോകുന്നല്ലോ എന്ന് ഓർത്ത് പരിതപിച്ച പല മലയാളികളെയും നമുക്കറിയാം. അതിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനായി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച അതിൻ്റെ പിന്നിൽ ധാരാളം മലയാളികൾ പ്രവർത്തിക്കുന്നുമുണ്ടായി. എന്തുവാണെങ്കിലും കഴിഞ്ഞ ഒരു 4 വർഷമായി BSNL മാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ തകർന്നുപോയി എന്ന് പറഞ്ഞ ഒരു കമ്പനി വീണ്ടും പൂർവാധികം ശക്തിയോടെ പൊതുജനങ്ങളിലേക്ക് പടർന്നു കയറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് മൊബൈൽ ഇതിലാണെങ്കിലും അതുപോലെ തന്നെ FTTH ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ് ആ ശൃംഖലയിലും നമുക്കറിയാം. ആദ്യഘട്ടങ്ങളിൽ ഇതിൽ നിന്നും ധാരാളം തൊഴിലാളികളെ പിരിച്ചുവിട്ടപ്പോൾ ഇനിയും എങ്ങനെ BSNL മുന്നോട്ട് പോകും എന്ന് നമ്മൾ പലരും ആലോചിച്ചത്. പക്ഷെങ്കിൽ വ്യക്തമായ ഒരു പ്ലാനോട് കൂടിയാണ് BSNL മുന്നോട്ട് കടന്നു വന്നത്. ആദ്യം നഗരപ്രദേശങ്ങളിൽ അവരുടെ ഒപ്റ്റിക്കൽ ഫൈബർ വ്യാപനത്തിനായി അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആ കാര്യത്തിൽ അവർക്കൊപ്പം നിന്നത് അതാത് പ്രദേശങ്ങളിൽ അവർ തിരഞ്ഞെടുത്ത അവരുമായി താല്പര്യം പ്രകടിപ്പിച്ച് പങ്കാളിത്ത വ്യവസ്ഥയിൽ അവരുമായി കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുവാൻ തയ്യാറായി മുന്നോട്ട് വന്ന ഒരു കൂട്ടം ജനതയാണ്. അതിനെ അവർ BSNL LCOമാർ എന്നാണ് വിളിക്കുന്നത്. ഈ പങ്കാളിത്ത ബിസിനസ്സിൽ BSNLും LCOയ്ക്കും 50-50 പ്രോഫിറ്റ് ഷെയറിംഗ് ആണ് അവർ നിബന്ധന വെച്ചിരിക്കുന്നത്. അതിൻ്റെ പങ്കാളിത്തത്തിൽ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും BSNL പ്രൊവൈഡ് ചെയ്യും. എന്നാൽ അതാത് പ്രദേശങ്ങളിലെ കേബിൾ വലിക്കുകയും അതിനാവശ്യമായ മറ്റുള്ള ക്രമീകരണം എന്ന് പറഞ്ഞാൽ വീടുകളിലേക്കുള്ള മോഡം, അതുപോലെ തന്നെ അതിന് വേണ്ടിയുള്ള OLT, ഈ കാര്യങ്ങളൊക്കെ അതാത് തിരഞ്ഞെടുക്കപ്പെട്ട LCOകളായിരുന്നു തയ്യാറാക്കേണ്ടത്. അങ്ങനെ മുതൽ മുടക്ക് തീരെയും കുറവെന്ന് പറയാൻ പറ്റില്ല. 5 ലക്ഷം രൂപ മുതൽ മേപ്പോട്ട് ഉള്ളവരും ഇല്ലാത്തവരും എന്ന് പറഞ്ഞാൽ കടമെടുത്ത് ബിസിനസ് തുടങ്ങിയവർ വരെയുണ്ട്. അങ്ങനെ അവരും BSNLനൊപ്പം കൈകോർത്ത് ഈ ഒപ്റ്റിക്കൽ ഫൈബർ വ്യാപനം കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ സർവ്വവ്യാപകമാക്കി. ഒരു വിജയം തന്നെയാണ് അവർ BSNL കണ്ടെത്തിയത്. കാര്യം എല്ലായിടങ്ങളിലും അവരുടെ ലാൻഡ് ഫോണുകൾ പ്രത്യേകിച്ചുള്ളിടത്ത് ഒപ്റ്റിക്കൽ ഫൈബർ കൊണ്ടുചെല്ലുവാനും ഇല്ലാത്ത ഇടങ്ങളിൽ മത്സരിച്ച് തന്നെ FTTH സംവിധാനം എത്തിക്കുന്നതിലും BSNLും ഈ LCOമാരും കൈകോർത്ത് പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതിനുശേഷം ഗ്രാമപ്രദേശങ്ങളെ പ്രതിനിധീകരിച്ച് ഗ്രാമപ്രദേശങ്ങളെ നേരിടാൻ ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുവരുന്നതിനായി 2011 കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഉദ്യമി സ്കീം പ്രകാരം അതിൻ്റെ വ്യാപനം ഇതായപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലേക്കും പ്രത്യേകം LCOമാരെ തിരഞ്ഞെടുത്ത് അവർ മുഖേന ഈ ഒപ്റ്റിക്കൽ കേബിൾ ശൃംഖല വികസിപ്പിക്കുവാൻ BSNLന് സാധിച്ചു. ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ അകത്ത് 50-50% പപ്പാതി പ്രോഫിറ്റ് ഷെയറിംഗ് ആണ് BSNL LCOമാർക്ക് ഓഫർ ചെയ്തിരുന്നതും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രായോഗികമായി ഇത് വളരെ ഒരു നോട്ടത്തിൽ നോക്കിയാൽ വളരെ ലാഭകരമായ ഒരു ബിസിനസ് എന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നാം. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വരുന്ന കഷ്ടപ്പാടുകളെപ്പറ്റി നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയുന്നു. ആദ്യകാലങ്ങളിലെ BSNL ടെലിഫോൺ കണക്ഷനുകൾ ഉണ്ടായിരുന്ന സമയത്ത്
ഒരു ടെലിഫോണിൽ ഒരു പ്രോബ്ലം വന്നാൽ അല്ലെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ അത് ഒന്ന് ദൂരീകരിക്കുവാൻ നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നു. പിന്നെ ലൈൻമാനെ കാണുന്നു. പിന്നെ ലൈൻമാനെ കാണുമ്പോൾ അയാളെ പ്രത്യേകം കാണുന്നു. ആ കാര്യമൊന്ന് ക്ലിയറായി കിട്ടുവാൻ നമ്മൾ എത്രമാത്രം ശമ്പളത്തിനൊപ്പം കിമ്പളവും കൊടുത്ത് നമ്മൾ അവരെ സഹായിച്ചിട്ടാണ് അവർ ആ കാര്യങ്ങളൊക്കെയും ചെയ്തു തന്നിരുന്നത്. അത്ര ഗർവോടുകൂടിയായിരുന്നു BSNL തൊഴിലാളികൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് എല്ലാവരുടെയും കാര്യമല്ല. അതിൻ്റെ അകത്ത് സത്യസന്ധമായ ജോലി ചെയ്ത ആൾക്കാരുമുണ്ട്. അവരെയും ഈ സമയം നമ്മൾ ഓർക്കണം. പക്ഷെങ്കിൽ അത്ര ഗർവോടുകൂടി പ്രവർത്തിച്ചിരുന്ന ആ ഒരു വിഭാഗം, ആ ഒരു കാര്യത്തിൽ നിന്നും ഇന്ന് നിങ്ങൾ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്താൽ ഓടി നിങ്ങളുടെ വീട്ടിൽ വന്ന് ഒപ്റ്റിക്കൽ ഫൈബറിന് എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ ആ പ്രശ്നം ദൂരീകരിക്കുവാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആ ഒരു വിഭാഗത്തെ, അല്ലെങ്കിൽ ആ ഒരു ജനതയെ, അല്ലെങ്കിൽ ആ ഒരു ടെക്നീഷ്യന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവരാരും BSNLന്റെ സ്റ്റാഫല്ല. അതാത് ഏരിയകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട LCOമാരാണ്. സ്വന്തമായി മുതൽ മുടക്കി അതിനെ വളർത്തുവാനും അതുപോലെ തന്നെ അതിൻ്റെ ആ കസ്റ്റമർക്ക് യാതൊരു വിധമായ കംപ്ലയിൻറ്റ്സ് ഉണ്ടാകാതെ നോക്കുവാനും അതിൻ്റെ അഭിവൃദ്ധി മാത്രം മുന്നിൽ കണ്ട് അവർക്കുണ്ടാകുന്ന സാമ്പത്തികമായ നേട്ടവും മുൻനിർത്തി അവർക്ക് കയ്യിലുള്ളവർ അങ്ങനെ ഇല്ലാത്തവർ കടമെടുത്ത് മുടക്കി അങ്ങനെ ഈ BSNLനൊപ്പം ചേർന്ന് ഈ ശൃംഖലയെ വിപുലമാക്കുവാൻ ശ്രമിച്ച ഒരു കൂട്ടം ജനത. സത്യത്തിൽ അവർക്ക് ഇത് ഒരു തോൽവിയായി മാറുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. BSNL ഒരു വിജയത്തിലേക്ക് എത്തിയെങ്കിലും ആ ഒരു കൂട്ടം ആൾക്കാർ ഇന്ന് വളരെ കഷ്ടത്തിലാണ്. സാധാരണ പത്രമാധ്യമങ്ങളിലൊന്നും വരാത്ത ഒരു ന്യൂസാണ് ഇങ്ങനെ വലിച്ചിരിക്കുന്ന കേബിൾ. നമ്മൾ പലപ്പോഴും പത്രങ്ങളിൽ കണ്ടിരിക്കുന്ന വാർത്തകൾ കേബിൾ കുരുങ്ങി യാത്രക്കാരൻ മരിച്ചു, അല്ലെ കേബിളിൽ കുരുങ്ങി അപകടം സംഭവിച്ചു. അപ്പം നമുക്കൊക്കെ അന്നേരം തോന്നുന്നു ഇവരിത്ര അശ്രദ്ധമായ കേബിൾ വലിച്ചിട്ടേക്കുന്നത് കൊണ്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് ഇത് നോക്കിയാൻ ആരുമില്ലേ? ഒക്കെ ശരിയാണ്. അശ്രദ്ധമായ രീതിയിൽ കേബിളുകൾ വലിച്ചിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കൊച്ചിയിൽ കഴിഞ്ഞ പദ്ധതികളിലൊക്കെ ഉണ്ടായിരുന്നു. ലോഡ് കണക്കിന് കേബിളുകളാണ് ഇവരെ നീക്കം ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ കേബിൾ ബിസിനസ്സിൽ BSNLന്റെ LCOമാർ മാത്രമല്ല, കേബിൾ TV പല പ്രമുഖ കമ്പനികളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ഈ കാണുന്ന BSNLന്റെ കേബിളുകൾ കൊച്ചു LCOമാർ എന്ന് പറഞ്ഞാൽ അത് 2000 കണക്ഷൻ ഉള്ളവർ തൊട്ട് അല്ലെങ്കിൽ 4000 കണക്ഷൻ ഉള്ളവർ തൊട്ട് 200-100 കണക്ഷനുകളുള്ള ചെറിയ LCOമാർ വരെയുണ്ട്. ചെറിയ പ്രസ്ഥാനങ്ങളാണ്. ഓരോ ഇൻഡിവിജ്വൽ ആൾക്കാരാണ് അവരൊക്കെയും അവരുടെ കേബിളുകളല്ല ഈ കിടക്കുന്നത് മുഴുവൻ. കൊച്ചിയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടതെല്ലാം ഇങ്ങനെയുള്ള BSNLന്റെ കേബിളുകൾ ആയിരുന്നില്ല എന്നുള്ള വസ്തുതയും നമ്മൾ ഓർക്കണം. BSNLുമായി കൈകോർത്ത് പ്രവർത്തിക്കുന്ന ഒരു ജനതയിൽ ഇല്ലാന്നല്ല, ഉണ്ട്. അശ്രദ്ധമായി വലിച്ചിരിക്കുന്ന കേബിളുകൾ ഉണ്ട്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കേബിളുകൾ നീക്കം ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെയും വ്യക്തമായ അഭിപ്രായം. പക്ഷെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് അതിൻ്റെ എല്ലാവിധമായ ഇതും അനുസരിച്ച് വലിച്ചിരിക്കുന്ന കേബിളുകൾ പോലും നീക്കം കട്ട് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ നിങ്ങൾ അറിഞ്ഞു കാണും എന്ന് ഞാൻ കരുതുന്നു. ഈ കേബിളുകൾ വലിച്ചിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ അറിയാം KSEBയുടെ വൈദ്യുതി തൂണുകളിൽ കൂടെയാണ്. കാര്യം പബ്ലിക്കലി ഇത് കൊണ്ടുപോകുവാൻ അത് മാത്രമാണ് ഇങ്ങനെയുള്ള കേബിൾ TVകൾക്കാർക്ക് ആശ്രയം. ഇനി അതല്ലാതെ സ്വന്തമായ പോസ്റ്റ് സ്ഥാപിച്ചു കൊണ്ടുപോകുന്ന കേബിൾ ശൃംഖലകളുമുണ്ട്. പക്ഷെങ്കിൽ BSNLന്റെ ഈ ശൃംഖലകൾ പോയിരിക്കുന്നത് 90%, 95% ഈ KSEB തൂണുകളിൽ കൂടിയാണ്. അത് ചെറിയ കേബിളുകളാണ് ഈ BSNLന്റെ ഫ്രാഞ്ചൈസികൾ വലിച്ചു കൊണ്ടുപോകുന്നത്. 6 അല്ലെങ്കിൽ 12, 24 ഇങ്ങനെ പറയുന്ന ഏകദേശം ഒരു ചെറിയ കേബിളുകളാണ് അവർ വലിക്കുന്നത്. അവരുടെ ആ കോറിൻ്റെ അനുസരിച്ച് കേബിളുകൾക്ക്, എന്നാൽ വലിയ ഹെവി കേബിളുകളൊന്നും തന്നെയില്ല, ചെറിയ കേബിളുകൾ. അതിന് ഒത്തിരി നടപടിക്രമങ്ങളുണ്ട്. KSEBയുമായിട്ട് ആദ്യം പോസ്റ്റൽ ലൈസൻസ് എടുക്കണം. പോസ്റ്റൽ ലൈസൻസ് എടുത്ത ശേഷം കേബിൾ വലിക്കുന്നതിനായിട്ട് ലൈസൻസ് ഉണ്ട്, അത് പോസ്റ്റൽ ഓഫീസിൽ നിന്ന് എടുക്കണം. അതിനുശേഷം KSEBയുമായിട്ടൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടണം. അതുപോലെ തന്നെ അവരുമായി ചേർന്ന് ഒരു എണ്ണിത്തിട്ടപ്പെടുത്തിയ പോസ്റ്റുകൾ അവർക്ക് അതിൻ്റെ ഒരു കണക്ക് കൊടുക്കണം. അത് കഴിഞ്ഞ് അവരുടെ സൈറ്റ് ഇൻസ്പെക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് അവർ അതിനൊരു വാടക അടയ്ക്കും. ആ വാടക അടച്ചതിന് ശേഷമാണ് അതിൽ കൂടി കേബിൾ വലിക്കുന്നത്. ആ കേബിൾ വലിച്ചു കഴിഞ്ഞതിന് ശേഷം ഒഫീഷ്യലി ആ വലിച്ച കേബിളുകൾക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നമ്മൾ ഇൻസ്പെക്ഷന്
ഇൻസ്പെക്ഷൻ റേസ് ചെയ്യണം. അവിടുന്ന് ഒരു സേഫ്റ്റി ഓഫീസർ വന്ന് ഈ വലിച്ചിരിക്കുന്ന കേബിളുകളൊക്കെയും ചെക്ക് ചെയ്ത് ഈ കേബിളുകൾ സുരക്ഷിതമായിട്ടാണ് വലിച്ചിരിക്കുന്നത് എന്ന് സാക്ഷ്യപ്പെടുത്തി ഒരു പേപ്പർ കൂടെ നൽകുമ്പോഴാണ് ആ കേബിളുകൾ 100% ഒഫീഷ്യലാകുന്നത്. ഇങ്ങനെയായിരുന്നു പ്രാരംഭത്തിൽ നഗരപ്രദേശങ്ങളിലെ എല്ലാ FTTH കേബിളുകളും വലിച്ചിരുന്നത്. അപ്പം നഗരപ്രദേശങ്ങളിൽ ഇത് വലിക്കുമ്പോൾ ഏകദേശം ഒരു 100 മീറ്റർ കേബിൾ വലിക്കുമ്പോൾ നിങ്ങൾക്കറിയാം തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഇടമാണ്. ആ ഇടങ്ങളിൽ അവർക്ക് ഒരു 1000 മീറ്റർ കേബിൾ വലിക്കുമ്പോൾ 100, 150, 200 കണക്ഷനുകൾ ലഭിക്കുവാൻ ചാൻസ് ഉണ്ട്, ലഭിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 100-200 പോസ്റ്റ് അവർ കവറപ്പ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം അവർക്ക് 300, 200 അല്ലെങ്കിൽ 400 കണക്ഷനുകളാകുക വളരെ ഈസിയായ ഒരു ടാർഗറ്റായിരുന്നു. ആ സമയങ്ങളിൽ തുടങ്ങിയ എല്ലാ LCOമാരും പോസ്റ്റുകൾക്ക് ഒരു കൃത്യമായ വാടക അതിലടച്ചിരുന്നു. അത് അവർക്കൊരു ഭീമമായ എമൗണ്ട് ആയിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിനിടയിലാണ് ഭാരത സർക്കാരിൻ്റെ ഉദ്യമി സ്കീം പ്രഖ്യാപിക്കപ്പെട്ടത്. ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഒപ്റ്റിക്കൽ ഫൈബർ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാരും കേരള ഗവൺമെൻറ്റും തമ്മിൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ട് ഈ ഉദ്യമി കേബിളുകൾ ഗ്രാമപ്രദേശങ്ങളിൽ വലിക്കുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് എന്നുള്ള നിലയിൽ അനൗൺസ് ചെയ്യുകയും ആ കാര്യം വ്യക്തമായ രീതിയിൽ BSNL LCOമാരെ ധരിപ്പിക്കുകയും ഫ്രീ ആണ്, പോൾ റെന്റ് കൊടുക്കണ്ട എന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് ഗ്രാമപ്രദേശങ്ങളിൽ ധാരാളം LCOമാർ കടന്നു വരികയും ഗ്രാമപ്രദേശങ്ങളിൽ ഇങ്ങനെ ഒപ്റ്റിക്കൽ വലിക്കുന്ന പ്രക്രിയ ആരംഭിക്കുകയും ചെയ്തു.